ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക്. സമാധാന കരാറിന് പിന്നിലെ പുതിയ വ്യോമാക്രമണം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ധാരണയിലെത്തി 2 ദിവസം പോലും പിന്നിടും മുമ്പ് ദക്ഷിണ ലെബനനിൽ വീണ്ടും സ്ഫോടനങ്ങളുടെ തുടർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്കം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം പുതിയ വിവാദങ്ങളിലേക്കും വഴിതെളിച്ചിരിക്കുന്നു. ഇത് ഭീകര കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടി എന്ന രീതിയിലാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഹിസ്ബുള്ള ശക്തമായി തന്നെ ആരോപിക്കുന്നു. ദക്ഷിണ ലെബനിലെ മജ്ദൽ സൗണ്ട് ഗ്രാമത്തിന് സമീപത്തുള്ള ഹിസ്ബുള്ളയുടെ ഒരു ഭൂഗർഭ കേന്ദ്രം, അതായത് ഒരു തുരങ്കം, വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർത്തുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ചേർന്ന് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കവും അതിനുള്ളിലെ ആയുധ ശേഖരവും റോക്കറ്റ് ലോഞ്ചറുകളും ആക്രമണത്തിൽ നശിപ്പിച്ചുവെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഇസ്രയേലിന്റെ അവകാശവാദം ശക്തമായി തന്നെ ഉയർത്തുന്ന സാഹചര്യത്തിൽ വളരെ പ്രത്യാഘാതങ്ങൾ ഇനി നേരിടേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹിസ്ബുള്ളയുടെ ഭൂഗർഭ താവളം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ ആക്രമണം. അതിൽ ആക്രമണത്തിന് മുന്നേ അമേരിക്കയെ കൃത്യമായി വിവരം ധരിപ്പിച്ചിരുന്നു എന്നുകൂടി ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ മധ്യസ്ഥതയിലായിരുന്നു സുരക്ഷാ ധാരണയിലെത്തി കേവലം 2 ദിവസം പിന്നിടുമ്പോൾ ഈ പുതിയ ആക്രമണം കൂടി നടത്തിയിരിക്കുന്നത്. കരാർ അനുസരിച്ചുകൊണ്ട് ദക്ഷിണ ലെബനനിലെ ചില മേഖലകളിൽ നിന്നും ഇസ്രയേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുകയും അവിടെ ലെബനൻ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്യുക, ഇതായിരുന്നു പ്രധാനപ്പെട്ട ഉടമ്പടി ധാരണ. എന്നാൽ അതിലൊക്കെ തന്നെ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം സുരക്ഷാ പ്രാധാന്യമുള്ള ചില മേഖലകളിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന് ഇസ്രയേൽ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇസ്രയേലിന്റെ ഈ നടപടി വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹിസ്ബുള്ള ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. സംഘടനയുടെ നേതാവ് നഈം ഖാസിം നിലവിലെ ധാരണ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സായുധ പ്രതിരോധം ഇനി തുടരുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണത്തിനുള്ള മറുപടി നൽകാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ശക്തമായ തിരിച്ചടി ഇസ്രയേൽ കാത്തിരിക്കുക എന്നാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ആവർത്തിച്ചു പറയുന്നത്. സായുധ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയ റോക്കറ്റ് ലോഞ്ചറുമായി എത്തിയ ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടും സൈനിക നടപടി ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം IDF തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇരു വിഭാഗങ്ങളും വ്യത്യസ്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതും വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും അതിർത്തിയിലെ അവിശ്വാസം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇരുവിഭാഗവും സ്വന്തം സുരക്ഷയെ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ സൈനിക നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ സമാധാന ധാരണ എത്രത്തോളം നിലനിൽക്കും എന്ന ചോദ്യം തന്നെയാണ് വളരെ പ്രസക്തമാകുന്നത്. ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം കഴിഞ്ഞ മാസങ്ങളിൽ ലെബനനെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ വീട് വിട്ട് ഒഴിയേണ്ടി വന്നു. വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കനുസരിച്ച് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നെങ്കിൽ പോലും പുതിയ ആക്രമണങ്ങൾ ഈ സ്ഥിതിഗതികൾ വീണ്ടും വഷളാക്കുന്നു. വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച ശേഷവും ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. നയതന്ത്ര ശ്രമങ്ങൾക്കൊപ്പം തന്നെ സൈനിക നീക്കങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ ലെബനൻ അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഏതു ദിശയിലേക്കാണ് ഇനി നീങ്ങുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.